من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد رحمة للعالمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. حصنت نفسي بالحي القيوم الذي لا يموت أبدا، ودفعت عني السوء بألف ألف لا حول ولا قوة إلا بالله العلي العظيم. بمحمد المختار يا مولاي، خير الأنام وسيد الشفعاء، وبسيد الصديق ثم بسيدي عمر المفدى ثاني الخلفاء، وبسيده وسمان ثم بسيده زوج البطول علي ذي الحيجاء. هم أهل بدر لا يضام محبهم، فبحقهم يقبل جميع دعائي. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അള്ളാഹുവിന്റെ ദുനിയാവിലെ ഏറ്റവും നന്നായി കുടുംബജീവിതം നയിച്ച ഒരാള്. ലോകത്തെ ആദ്യത്തെ കുടുംബം ആദം നബിയും ഹവ്വാ ബീവിയാണ്. പ്രപഞ്ചത്തിലെ ആദ്യത്തെ വിവാഹം സ്വർഗത്തിൽ വെച്ചാണ് നടന്നത്. കല്യാണം എന്ന് പറയുന്നത് സ്വർഗീയമായൊരമലാണ്. നമ്മുടെ ഏത് നിക്കാഹിന്റെ സദസ്സിൽ ചെന്നാലും ഖത്തീബ് ഖുതുബ ഓതുമ്പോ ഒരു ഹദീസ് പറയും, മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ് അഹറസ സുലുസൈ ദീനിഹി ഫൽയത്തഖില്ലാഹ ഫി സുലുസിൽ ബാഖി. ഒരാൾ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ അവൻ ദീനിന്റെ 2/3 പൂർത്തീകരിച്ചു. ബാക്കിയുള്ള 1/3 അവൻ അള്ളാഹുവിന് തഖ്വ ചെയ്യട്ടെ എന്ന്. നമ്മളെല്ലാവരും കല്യാണത്തിന് പോലുണ്ട്. കല്യാണത്തിന് പോവാത്ത ആരും ഈ സദസ്സിലുണ്ടാവും എന്ന് തോന്നണില്ല. ചിലര് ഓഡിറ്റോറിയത്തിലെ കല്യാണത്തിനെതിരേക്കാര, എന്നാലും ഒരു പെരയില് പോയി പോരും പോവലുണ്ട്. നമ്മളെല്ലാവരും കല്യാണത്തിന് പോവല് ശരിക്ക് കുറ്റം മുടക്കാനാണ്, അല്ലാതെ ദീനിന്റെ 2/3 പൂർത്തിയാകുന്ന ഇബാദത്തിന് ഹാജരാവാൻ വേണ്ടിയല്ല. അപ്പൊ നമ്മളെ പരാജയം തുടങ്ങുന്നത് തന്നെ അവിടുന്നാണ് എന്നർത്ഥം. അബ്ദുൽ ഗഫൂർ കല്യാണം പറഞ്ഞിട്ടുണ്ട്, പോയില്ലെങ്കിൽ ഓനെന്താ തോന്നാന്നാണ്, പോയില്ലെങ്കിൽ പടച്ചോൻ എന്താ തോന്നാന്ന് നമ്മൾ ഇതുവരെ ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഓരോ കാര്യവും അങ്ങനെയാണ്. ഒരു കുട്ടി ഉണ്ടായാല്, ഭാര്യ ഗർഭിണിയായാല് ഭർത്താവ് അങ്ങാടി ചെന്നിട്ട് പറയാം, എടാ സംഗതി പറ്റിച്ചു എന്നാ തോന്നുന്നത് എന്നാണ്. കുട്ടിണ്ടായതിനെ കുറിച്ച് നമ്മുടെ വിചാരം പറ്റിച്ചു എന്നാണെങ്കിൽ പിന്നെ ആ കുട്ടിനെ കൊണ്ട് നമ്മൾ കുടുങ്ങാതിരിക്കൂലല്ലോ. വെള്ളം കോരാൻ പോകുമ്പോ ഭാര്യ പറയണത് സംഗതി കുടുങ്ങിന്നാ തോന്നണത് എന്നാണ്. അടുത്തുള്ള അയൽവാസിയായ പെണ്ണിനോട് തനിക്കൊരു പൊന്നോമന മകൻ അല്ലെങ്കിൽ മകൾ ഉദരത്തിൽ വളർന്നു വരുന്നതിനെ കുറിച്ച് കുടുങ്ങി എന്ന വിചാരമാണ് നമുക്കുള്ളത് എന്നർത്ഥം. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാണ്, അത് നിങ്ങൾക്ക് മനസ്സിലായാല് ഇന്നത്തെ ഈ ക്ലാസ് വിജയിക്കും. ആ കാര്യം പറയുന്നതിന് മുമ്പ് ഈ സദസ്സിന് ചില ക്രമീകരണങ്ങൾ ആവശ്യമുണ്ടെന്ന് തോന്നുന്നത്, വെയിലത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് മാറിയിരിക്കണം.
വെയിലും നിഴലും ഒരുമിച്ച് കൂടുന്ന സ്ഥലം എന്ന് പറഞ്ഞത് ശൈത്താന്റെ മക്കാമാണ്. ശൈത്താൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്തവനാണല്ലോ. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത സ്ഥലമാണ് നിഴലും വെളിച്ചവും ഒരുമിച്ച് കൂടുന്ന സ്ഥലം. അപ്പൊ അങ്ങനത്തെ സ്ഥലത്തുള്ളവർ ഒന്ന് കസാല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിരിക്കുക. സാധാരണ വല്യമ്മ പറയലുണ്ട്, മോനെ ഉമ്മരപ്പടിമ ഇരിക്കരുത് എന്ന് പറയലുണ്ട്. ഉമ്മരപ്പടി എന്ന് പറയുന്നത് ശൈത്താന്റെ മക്കാമാണ്. ഉമ്മരപ്പടി ശൈത്താന്റെ മക്കാമാണ്. കാരണം അങ്ങോട്ടും അല്ല ഇങ്ങോട്ടും അല്ല. ഓവാലത്തും ഇരിക്കാൻ പറ്റൂല, കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത സ്ഥലമാണ്. ബസ് സ്റ്റോപ്പിൽ ആവശ്യത്തിനല്ലാതെ നിൽക്കാൻ പറ്റൂല, കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത സ്ഥലമാണ്. സാധാരണ ഒരു നാടൻ പ്രയോഗമുണ്ട്, 2 തോണിയിൽ കാലിടരുത് എന്ന്. അത് പറ്റാത്തൊരു പരിപാടിയാണ്. ഇതൊക്കെ ശൈത്താനിയായ ഒരുപാട് അമലുകളാണ്. അതുകൊണ്ട് സദസ്സൊന്ന് ക്രമീകരിച്ചിട്ട്, അപ്പൊ ആ ക്രമീകരണം എല്ലാരും ഒന്ന് പിന്നെ അവരാർക്ക് ഒരു തംകീനാവുന്ന രൂപത്തിൽ ഞാൻ ഇൻഷാ അല്ലാഹ് 1 മണിക്കൂർ സമയം പ്രസംഗിക്കുന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ 1 മണിക്കൂർ കേൾക്കാൻ ഒരുങ്ങിയിട്ട്, അപ്പൊ ആ സദസ്സൊന്നും ഇങ്ങനെ ക്രമീകരണമൊക്കെ ഒന്ന് ശരിയാവുന്നവരെ നമുക്കൊരു 3 ദിക്റ് അല്ല, എല്ലാരും എന്റെ കൂടെ ചെല്ലാം. അത് പണ്ട് വളരെ ചെറുപ്പത്തിൽ ഈ ഭൂമിയിൽ വന്ന് നമ്മൾ ആദ്യമായി കരഞ്ഞത് ആ ദിക്റ് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളമ്മ ഓടി വന്നിട്ട് നമുക്ക് അങ്ങനെ ഒരു പാട്ട് പാടി തന്നിരുന്നു. അപ്പൊ ആ ഈണത്തിൽ തന്നെ ആ താരാട്ടിന്റെ രീതിക്കൊന്നും പാടിയൊക്കെ നമ്മള്, അപ്പോഴേക്ക് സദസ്സൊന്നും ശരിയാവുന്നാണ് എന്റെ പ്രതീക്ഷ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾ ചൊല്ലിയിട്ടില്ല, എന്റെ ഒപ്പം ചൊല്ലിയിട്ടില്ല. ഒന്നുകൂടി എന്റെ ഒപ്പം ചെല്ലണം, അല്ലണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അൻവരിയാദൻ മുറ്റത്തായി ഉറങ്ങും ബീവി ഫാത്തിമത്തെ, അവരുടെ ഫളിലാലെ വീട്ടണം എങ്കളെ കുല്ലു ഹജത്തെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അനവധി കശ്ഫ് കറാമത്തുകൾ കാട്ടിയങ്ങളെ ബീവിയർ, അവരുടെ കറാമത്താലേ നീ വീട്ടുകാരാകും കടങ്ങൾ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അക്രമുൽ മുകറമായ ത്വാഹ തന്റെ മൗനത്തെ, അഹദവായങ്ങൾക്കിതിയിൽ ഏകണം നീ പെരുത്തേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു തആല ഖുർആനിലെ ഒരു ബന്ധുവിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. സൂറത്ത് ഹൂദിലാണ് അതുള്ളത്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെയും മകന്റെയും കഥ പറഞ്ഞുകൊണ്ടാണ് മനുഷ്യന്റെ ബന്ധു ആരാണ് എന്ന് പരിചയപ്പെടുത്തുന്നത്. ഗൾഫിലൊക്കെ നമ്മൾ ചെന്നാൽ കുറെ സുഹൃത്തുക്കൾ പരിചയപ്പെടുമ്പോ എന്താ ഫാമിലിയുടെ ഒക്കെ വിശേഷം എന്ന് ചോദിക്കും. ഫാമിലിക്കൊക്കെ അൽഹംദുലില്ലാഹ് സുഖാണ്, ഫാമിലി ഇവിടെ തന്നെയാണ് എന്ന് പറയും പലരും. ഈ ഫാമിലി എന്നുള്ളതിൽ പലരും ഉമ്മാനെ പെടുത്തലില്ല എന്നുള്ളതാണ്. ഭാര്യ അവിടെ ഉണ്ടെങ്കിലാണ് ഫാമിലി ഇവിടെ തന്നെയാണ് എന്ന് പറയല്. അപ്പൊ ഫാമിലി എന്ന് പറഞ്ഞാൽ ഉമ്മയും വാപ്പിയും പെടുത്തുന്നില്ലാരും. അപ്പൊ നമ്മളെ കാഴ്ചപ്പാട് പലപ്പോഴും ചുരുങ്ങി വരുന്നുണ്ട് എന്നർത്ഥം. ഫാമിലി എന്നുള്ളതിന് അഹ്ല് എന്നാണ് അറബിയിൽ പറയാം. അഹ്ല്
അഹ്ല് നമ്മള് കുടുംബത്തെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്ന് കുടുംബവും ഒന്ന് ബന്ധവും.